Sebastian and our secretary Shubhagi Suliparamil, dear parents, staff and my dear children, Mr. Hemant is the business partner. We are here just to introduce to you the new concept that is of the artificial intelligence, the robotics as well as the coding concept. Concept that we are the education system we are going to introduce it. Maybe within 1 or 2 years it will become the part of the curriculum also. So we thought of giving you some idea regarding the robotics or the artificial intelligence or the coding, all these things. So this year we are planning to introduce this one to our school here. So the one പഠിക്കാനായിട്ടുള്ള ആയുഷിനെ അത് പറഞ്ഞു കൊടുക്കും. ചേട്ടൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഞാൻ മുതിർന്ന ആൾക്കാരും ഉണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. കുട്ടികളുടെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ChatGPTയും AI ടൂളുകളും ഒക്കെ ഇപ്പം ഇന്റർനെറ്റിൽ വന്നു തുടങ്ങിയിട്ട് ഒരു കുറേ വർഷങ്ങളായി. പക്ഷെ പ്രധാനമായിട്ട് വന്നു തുടങ്ങിയിട്ട് ഇപ്പം 2 വർഷമായിട്ട്. ഈ 2 വർഷം മുമ്പ് ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡിൽ കൂടെയാണ് ChatGPT വന്നത്. ChatGPT സെർച്ച് ചെയ്ത് നോക്കാറുണ്ടോ എല്ലാവരും? അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുക? നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പം കുറേ അധികം വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് കാണും. ആ ഡീറ്റെയിലുള്ള വിക്കിനെ കുറിച്ച് ചോദിക്കുന്നെങ്കിൽ ആ ടോപ്പിക്ക് പറയുന്ന പല വെബ്സൈറ്റുകളും കാണും അല്ലേ? ഓക്കെ. അപ്പോൾ ഗൂഗിൾ പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ വിവരം അടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമുക്കവിടെ ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ക്ലിയർ ആയോ? എന്നാൽ അതായത് AI പോലത്തെ ടൂളുകൾ, ജനറേറ്റീവ് ടൈപ്പ് AI ടൂളുകൾ ചെയ്യുന്നത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ഈ വെബ്സൈറ്റുകളിൽ പോയി പഠിച്ചിട്ട് അതിൽ ഏറ്റവും നല്ല ഉത്തരം ഏതാണോ ആ ഉത്തരം എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക ചെയ്യുന്നത്. സെർച്ചിങ്ങിൻ്റെ ഒരു കമ്പാരിസണാണ് പറയുന്നത്. ഇരിക്കുന്നത് പോലെ നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും രാവിലെ വരുമ്പം ബസ്സുകൾ കാണുന്നു, കാറുകൾ കാണുന്നു, റോഡ്, സിഗ്നല്, ഇപ്പം ഇരിക്കുന്ന കസേരകൾ, അങ്ങനെ ഒരുപാട് ഇരിക്കുന്ന സ്റ്റേജിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണുന്ന കണ്ടന്റുകളെല്ലാം, ഇങ്ങനെ കാണുന്ന ഇമേജുകളും കണ്ടന്റും ഡേറ്റയും എല്ലാ ഇൻഫർമേഷനും അത് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഇൻഫർമേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്ത് തരാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ കുറച്ച് സ്ലൈഡുകളിൽ കൂടെ പോവാം. നമ്മുടെ ടീച്ചർമാർക്കും പാരൻസ് ഒക്കെ വന്നിരിക്കുന്നവർക്കും കൂടെ ഒന്ന് അവർക്കും കൂടെ കാര്യങ്ങൾ കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ഇൻ ബിറ്റ്വീനിൽ എന്നെ വിളിച്ച് ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡീൽ സെറ്റ്. ഞാൻ കമ്പനിയെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു 2 വാക്ക്. 2001 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. 23 കൊല്ലം കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ലേണേഴ്സ് നോട്ട്, ടാക്കിയോൺ 360, സ്റ്റോബോ. ഈ സ്റ്റോബോ എന്നൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം സ്റ്റോബോ മാൻ, സ്റ്റോബോ വിമൻ ഒക്കെ ഉണ്ട് ഫ്രം സ്പേസ്. അപ്പോൾ അവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതാണ് കമ്പനിയുടെ ഓവർവ്യൂ. ജസ്റ്റ് ഫോർ ദ സീനിയേഴ്സ് ഹിയർ, ദിസ് ഇസ് our company, Tachyon System Solutions Private Limited. We started here in Manuti, started from Manuti. Now we are operating in 9 countries, mainly operating from Canada, UAE and India, and that is the thing. 9 രാജ്യങ്ങൾ. Okay, fine. ഞാൻ പറഞ്ഞു പോകാം. പോലെ തന്നെ AI എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആദ്യം ഗൂഗിളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഗൂഗിളും ടെക്നിക്കലി സ്പീക്കിംഗ് ഒരുപാട് ഡേറ്റകൾ കളക്ട് ചെയ്യുക, ഒരുപാട് ഡേറ്റകൾ കമ്പ്യൂട്ടറിലേക്ക് കളക്ട് ചെയ്യുന്നതിന്
കീബോർഡിൽ കൂടെയോ ജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ AI തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. വയനാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്താ? ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് വെബ്സൈറ്റുകളാണ് നമുക്ക് കൂടുതൽ തരുന്നത്. എന്നാൽ നമ്മൾ AI ടൂളിലേക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് നേരെ അപ്പോൾ അവിടെ മെഡിക്കൽ സെക്ടറിൽ അവിടെ കൂടുതൽ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയുള്ള കുറെ തരത്തിലുള്ള ഡേറ്റകളെ എങ്ങനെ അപഗ്രഥിക്കുന്നത്, എങ്ങനെയാണ് ഹൗ ഇറ്റ് ഇന്റർപ്രറ്റ് ദ ഡേറ്റ, ഹൗ ദിസ് ഇന്റർപ്രറ്റ്. അപ്പോൾ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഡ്മിൻ അക്കൗണ്ട്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇത് യൂസ്ഫുൾ ആവും നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. പടത്തില് ഏതാണ് കൈകൊണ്ട് വരച്ച പടമുണ്ട് അതിനകത്ത്? ഇതിൽ എത്ര AI ജനറേറ്റർ ആണെന്ന് പറയാമോ? നോക്കിക്കഴിഞ്ഞാൽ ഇത് AI ആണോ അതോ അത് ഒറിജിനൽ ഫോട്ടോ ആണോ? നെക്സ്റ്റ് സ്ലൈഡ് ഉള്ളതാണ്. ഒറിജിനൽ ഫോട്ടോ ആണോ? നോ. നെക്സ്റ്റ് വൺ. ഇത് ഒറിജിനൽ ഫോട്ടോ ആണോ? സർപ്രൈസ്. പൂച്ചേനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തതല്ലേ തോന്നിയിട്ടില്ലേ? ഓക്കെ, ഈ ഫോട്ടോസ് ഈ ജനറേറ്റ് ചെയ്ത് AI ജനറേറ്റഡ് ആയിട്ടുള്ള യുണീക് ഫോട്ടോസ് ആണെങ്കിൽ അത് അങ്ങനെ ഒരു ജീവി ഇല്ല, അങ്ങനെ ഒരു പടം എടുത്തിട്ടുമില്ല. അത് അതിന്റെ ഭാവനയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒന്നിനും നോക്കി വരയ്ക്കുന്നതല്ല. പക്ഷെ ഒരുപാട് പൂച്ചകളുടെ, ഒരുപാട് മുഖങ്ങളുടെ, ഒരുപാട് നാഷണാലിറ്റികളുടെ ഒക്കെ മുഖങ്ങൾ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സ്റ്റൈലിലുള്ള കേരളത്തിലെ കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സൈഡ് ഒന്ന് കാണാം. ഈ കഥ എന്താണെന്ന് കേട്ടിട്ടോ? റോബോട്ടാണ്. കേരളത്തിലെ ഫസ്റ്റ് ടൈം ഒരു പാട്ട് പാടുമെന്ന് ഒരു പാട്ട് കേൾക്കുന്നു. റൈറ്റ്? ഓക്കെ, സോ ഞാൻ ഈ സ്ലൈഡ് കൊണ്ടുവന്നത് ടീച്ചർമാർക്കും എല്ലാവർക്കും മനസ്സിലാകാനാണ്. ഇപ്പം എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പതുക്കെ AI വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഈ പതുക്കെ എന്നുള്ള വാക്ക് ഞാൻ തെറ്റിച്ച് പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം, അതിന്റെ മുന്നത്തെ വർഷം പല സ്ഥലങ്ങളിലും ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് പലതും ഉപയോഗിച്ചു തുടങ്ങി. ജനറേറ്റീവ് AI വന്നതിന് ശേഷം അതൊരു കുതിച്ചുചാട്ടമായിരുന്നു. ആ AI വന്നതിന്റെ പിറ്റേ ദിവസം $100 ബില്യൺ അടുത്താണ് ഗൂഗിളിന് മാർക്കറ്റ് ഷെയർ പോയത്. അത് ഇൻഡസ്ട്രി മൊത്തം ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന തരത്തിൽ അത്രയും വലിയൊരു റെവല്യൂഷൻ ആണ് വന്നിരുന്നത്. ഇത് നമ്മുടെ കേരളമാണ്. കേരളത്തിലെ ഐസ് ഒന്ന് ക്ലിക്ക് ചെയ്ത സൗണ്ട് കേൾക്കില്ല തോന്നുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതിലെ പാട്ട്, അതിലെ മ്യൂസിക് കമ്പോസിഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, വീഡിയോ, ഈ സീക്വൻസ് കംപ്ലീറ്റ് AI ജനറേറ്റഡ് ആണ്. ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം എടുത്തിട്ടുണ്ടാവുക അരമണിക്കൂറിന്, ഹാഫ് ആൻ അവർ ഓർ ലെസ് ദാൻ ദാറ്റ്. ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിൻ്റെ കൂടുതലിനെ കുറിച്ചും പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് ആണ്.
Pictory.ai എന്ന് പറഞ്ഞിരിക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി ടൂൾ ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ലെസ് ദാൻ ഹാഫ് ആൻ അവർ. കാരണം കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ വരും. എനോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു മെഡിക്കൽ ഇവിടെ ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം നമ്മൾ ചോദിക്കുന്ന അപ്പം തന്നെ ഉത്തരം കിട്ടാറുണ്ടോ? അതേപോലെ കിട്ടാറുണ്ടോ? അതോ ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ടോ? ആയിഷല്ലേ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, ഒറ്റ ചോദ്യം കിട്ടും. ഓക്കെ. ഈ എഐനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോംപ്റ്റിംഗ്. ഓക്കെ. പ്രോംപ്റ്റിംഗ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജോലി ഉണ്ട്. ഇപ്പോൾ പ്രോംപ്റ്റിംഗ് എഞ്ചിനീയേഴ്സിന് 2 ലക്ഷം രൂപയ്ക്ക് ശമ്പളമുണ്ട് IT-യിൽ. കാരണം ഇപ്പം ഏറ്റവും നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് ചോദിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക്, ഏറ്റവും കൃത്യമായിട്ട് ഏതാണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കണം ജോണർ, പ്ലാസ്റ്റിക് മാറ്റാനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഇതൊക്കെ കറക്റ്റായിട്ട് ചോദിക്കുന്ന, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രോംപ്റ്റിംഗ് എഞ്ചിനീയേഴ്സ്. ഓക്കെ. ഈ ബുക്സ് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ മൂവീസ് കണ്ടിട്ടുണ്ടോ? ഏതത്? ടെർമിനേറ്റർ വന്നിട്ട് എത്ര വർഷമായി എന്നറിയാം? 20 years പ്ലസ്. അപ്പൊ 20 years മുമ്പ് ഈ ടെർമിനേറ്റർ വരുമ്പം നമ്മളെ സംബന്ധിച്ച് ഹാഫ് ഹ്യൂമൻ ഹാഫ് റോബോട്ട് ആയിട്ടുള്ള ഒരു യന്ത്രം വരുന്നു, കുറെ സ്വന്തം ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊക്കെ ഒരു AI-നെ കുറിച്ചും ഓട്ടോമേഷനെ കുറിച്ചും ഒരു തോട്ട് തന്നിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതുപോലെ പല മൂവീസും ഐ റോബോട്ട് ആയാലും ഒക്കെ കാണുന്ന അതേ സീക്വൻസ് റോബോട്ടൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾ ഇതുപോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കും, അതിൻ്റെ മെനു ഒക്കെ ആയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട് വരും, നമ്മൾ ചായ പറയും, അടുത്തത്. പിന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പെട്ടി തൂക്കിക്കൊണ്ട് നടക്കും, നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ട് നമ്മുടെ ഒപ്പം വരുന്നല്ല നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? വി ക്രിയേറ്റഡ് ഇറ്റ് ഫോർ ദാറ്റ്, റൈറ്റ്? ടു സപ്പോർട്ടിങ് us, റൈറ്റ്? മുതിർന്ന ആൾക്കാർ നമുക്കിത് സപ്പോർട്ടായി സിസ്റ്റമായി വരാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഡെവലപ്പ് ചെയ്തത്, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ഫിയർ ചെയ്യുന്നൊരു കാര്യം, എത്ര പേർക്ക് അറിയാം? എലൻ മസ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആള്, ഒരു CEO, ഒരു കമ്പനി, വലിയ കമ്പനിയുടെ CEO, ന്യൂറോലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ CEO, തലയ്ക്കുള്ളിൽ ചിപ്പ് വെച്ചിട്ട് ടെലിപ്പതി എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ പണ്ട് ടെലിപ്പതി എന്നറിയോ? എന്താ ടെലിപ്പതി? നമ്മൾ സംസാരിക്കാതെ മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ടെക്നിക്ക്, അല്ലേ? അങ്ങനത്തെ സംഭവം ഇപ്പം ചിപ്പ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പണ്ട് പറയാറുണ്ട്. ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതുപയോഗിച്ചിട്ട് പാർക്കിൻസൺസ് വന്നിട്ടുണ്ട്, അല്ലെ? പാർക്കിൻസൺസ് വന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് അയാളുടെ ഡെയിലി ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ മാറുകയും അയാൾക്ക് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാനായിട്ട്, ആലോചനയിൽ കൂടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചിപ്പുകൾ വന്നതറിഞ്ഞിരുന്നോ? ഓക്കെ. ഇത് പോയി നോക്കണേ, വീട്ടിൽ പോയിട്ട് പാരൻസിനോട് ചോദിക്കണം, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കും. അപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് പറഞ്ഞു തരും. ഓക്കെ. സോ നൗ വി ഫിയർ ദിസ്, ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സപ്പോർട്ടിങ് us, നമ്മുടെ പെട്ടിയൊക്കെ തൂക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോബോട്ടിന് പകരം is it going to control us എന്നുള്ളൊരു ഫിയർ നമുക്കുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. Right now, we expect this. What is this? ടീച്ചേഴ്സിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത് ജോബ് ലോസ് വരില്ല, പേടിക്കേണ്ടതാണ്. പക്ഷെ ആർ വി ഫിയറിംഗ് ദിസ് നൗ? നമ്മുടെ ജോബ് എടുത്തുകൊണ്ട് പോയി നമ്മളെ കിക്ക് ചെയ്ത് പുറത്തു കളയാൻ നമ്മൾ പേടിക്കുന്നുണ്ടോ? We should. But who is going to take our job? ഇത് ഇന്ത്യയിൽ വന്ന പല ന്യൂസിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഇന്ത്യൻസ് ഫെയർ AI ഡ്രിവൻ ജോബ് ലോസ്. ഒരുപാട് പേർക്ക് ജോബ് ലോസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടാക്യോണില്
AI വന്നതിൻ്റെ സെക്കൻഡ് വീക്കിൽ കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന് ജോലി പോയി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ജോബ് ലോസ് ഓൾറെഡി ഹാപ്പൻഡ്. ബട്ട് ഹൂ ഈസ് മോർ ലൈക്ലി ടു സ്റ്റീൽ അവർ ജോബ്? ആരാണ് നമ്മുടെ ജോലി കളയാൻ പോകുന്നത്? ആരാണ് നമ്മുടെ ജോലി എടുത്തോണ്ട് പോകാൻ പോകുന്നത്? എ ആണോ? എ അല്ല. AI will take our job, will replace us. നമ്മുടെ ജോലിയൊക്കെ കളയോ? നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരുമോ? ഇല്ല. സോ who is going to take our job? Or AI powered human? ഒരു സൈഡ് മിസ് ചെയ്തിട്ട്, but it's okay. From various CEOs of NVIDIA, Walmart and different CEOs എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത് ജോബ് ലോസ്, നമ്മൾ ജോബ് ലോസ് ഫെയർ ചെയ്യണം. എങ്ങനെയാണെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ, നമുക്കിത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ, നമ്മളുടെ ജോലിയിൽ ഇത് ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ. കാരണം നേരത്തെ ഞാനൊരു വീഡിയോ കാണിച്ചു. ആ വീഡിയോ അരമണിക്കൂർ കൊണ്ടാണ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ചെയ്തെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പണ്ടെടുത്തിരുന്ന സമയം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം ആയിരുന്നെങ്കിൽ, വീഡിയോ ഷൂട്ട് അടക്കം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കും. മാക്സിമം പാക്ക് ചെയ്താൽ പോലും ലിറിക്സ്, കമ്പോസിഷൻ, അങ്ങനെ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ സാധനം ചെയ്യാൻ അരമണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫക്റ്റീവ്, അതായത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ടാണ് AI ടൂൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്തിനെ എങ്ങനെ ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. കറക്റ്റ്? സോ വി ഡോണ്ട് വാണ്ട് ടു ഫിയർ. നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങി, റൈറ്റ്? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. AI എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് AIയുടെ മെത്തേഡുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കുന്നതോട് ഇന്നല്ല, ഈ ദിവസങ്ങളിൽ ഇനി ഇവിടെ സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലെറ്റ് മീ thankfully appreciate the management, Reverend Father and Principal, management and all, to take such a decision to do it, implement it ASAP. കാരണം ഞങ്ങൾ ആസ് എ കമ്പനി വി ആർ സീയിങ് ദാറ്റ് ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോഴും ഭയങ്കരമായ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകുന്ന ടീച്ചർമാർ വിചാരിക്കുന്നവരുണ്ട്, ഇത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ മാനേജ്മെൻറ്റും ടേക്കൻ എ ഗുഡ് ഡിസിഷൻ ടു സ്റ്റാർട്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പം വി ആർ ഇൻ എ റേസ്. നമ്മളൊരു ഭയങ്കരമായിട്ടൊരു ഓട്ടത്തിലാണ്. സ്ഥാപനങ്ങൾ ഒരുപാട് മെത്തേഡ് ഓഫ് AI ടൂളുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഏത് ടൂൾ പഠിക്കണം എന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ChatGPTക്ക് ഉള്ളിൽ, ChatGPT എന്ന് പറഞ്ഞ എഞ്ചിനകത്ത് തന്നെ ആയിരക്കണക്കിന് ടൂളുകളാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം 10-100 പുതിയ ടൂളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ടൂൾ എടുക്കണം, ഏതാണ് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് സ്കൂളുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. വി ഡിഡ് ദാറ്റ് റിസർച്ച് ആൻഡ് വി ഹാവ് ഐഡന്റിഫൈഡ് വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് ആർ ടു ബി യൂസ് ഫോർ ദ ടീച്ചേഴ്സ്. പിന്നെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്ത് പോകുക എന്നുള്ളത് അറിയാമെന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്. So what is it? It is not a substitute for human intelligence. It is a tool to amplify human creativity and ingenuity. See, നമ്മളുടെ കപ്പാസിറ്റിനെ ആംപ്ലിഫൈ ചെയ്യുക. നമ്മൾ ചിന്തിക്കുന്നതിന് നമ്മുടെ സ്പീഡ്, നമ്മുടെ ചിന്തയുടെ സ്പീഡിനനുസരിച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു അതിനുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീഡിയോ, ഇപ്പം നേരത്തെ കണ്ട വീഡിയോ എടുക്കണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, അതിനുവേണ്ടി ഔട്ട്ഡോർ പോകണം, ക്യാമറ എടുക്കണം, അങ്ങനെ പല പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോകണം. ഇപ്പം നമുക്കത് റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ആംപ്ലിഫൈഡ് 10x എന്നല്ല പറയാം, 100x or 1000x സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് മാറി. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഏത് ടൈമിലും ആർക്കും എത്ര റിമോട്ടുള്ള ലൊക്കേഷനും ഇന്റർനെറ്റ് ഉണ്ടായാൽ മാത്രം മതി.
എഡ്യൂക്കേഷൻ എല്ലാവർക്കും കോമൺ ആയി എല്ലാവർക്കും ഒരുപോലെ കിട്ടുക എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഈ AI ടൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടിരുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏത് സമയത്തും കിട്ടുക. ഇപ്പോൾ നമുക്ക് AI ഉപയോഗിക്കുമ്പോൾ ഞാൻ AI കുറിച്ചുള്ള ടൂളുകളല്ല പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ AI ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഹൗ വി ആർ ഇംപ്ലിമെന്റിംഗ് ദിസ് ഇൻ യുവർ സ്കൂൾ എന്നുള്ളതാണ് ഇനി പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഏത് സമയത്തും ഒരു AI നമ്മൾ കാണേണ്ടത്, യു ഷുഡ് ട്രീറ്റ് യുവർ AI കമ്പാനിയൻ ആസ് എൻ ഇന്റലിജന്റ് ഫ്രണ്ട്. നല്ല ഇന്റലിജന്റ്, ടയർലെസ്ലി, എനി ടൈം, വിത്ത് വാസ്റ്റ് ഓഫ് നോളജ്. അങ്ങനെ ഒരാൾ കമ്പാനിയനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കാര്യങ്ങൾ ചോദിക്കില്ലേ? ഒരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ. IITക്ക് ChatGPT 3.5 ആദ്യം വന്ന സമയത്ത് it scored 65%. Then I heard that it scored 92% when it comes to 4.0. അപ്പോൾ അതിൻ്റെ പുതിയ വേർഷൻസ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഇൻ്റലിജൻസ് കപ്പാസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന കാഴ്ചകളും ഡേറ്റ കളക്ഷനും ഒക്കെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാനിയനെ നിങ്ങൾക്ക് കിട്ടുകയാണ്. അതാണ് നമ്മൾ AI ടൂളുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് സ്കൂൾസ്, സ്കൂളിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്, പേഴ്സണലൈസേഷൻ ഉണ്ട്, ഡീപ്പ് ഇൻവോൾവിങ് ഇൻ ടു ദ എഡ്യൂക്കേഷൻ പ്രോസസ്. അപ്പം പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന കപ്പാസിറ്റി, ഓരോ കുട്ടിക്കുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. പലതരം കഴിവുകളാണ് അല്ലേ? ചിലർ പ്രോഗ്രാമേഴ്സ് ആയിരിക്കും, ചിലർ നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും, ചിലർ നല്ല ഡാൻസ് ചെയ്യും, പടം വരയ്ക്കും, ചിലർ മാത്സിൽ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും, സ്പോർട്സിൽ നല്ല കുട്ടികളുണ്ടാവും. അപ്പോൾ പല സെഗ്മെന്റിലാണ് ഓരോ കുട്ടികൾക്ക് വന്നത്. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കാനായിട്ട് പേഴ്സണലൈസ്ഡ് ആ കുട്ടിയുടെ ലേണിംഗ് പേസ്, ലേണിംഗ് സ്പീഡ്, എത്ര സ്പീഡായിട്ട് അത് പഠിക്കും, ആ കുട്ടി പഠിക്കും എന്നുള്ളതിനനുസരിച്ച് അവനെ ആ കുട്ടീനെ മനസ്സിലാക്കാനും ആ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണെന്ന് അളന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇതിലുണ്ട്. എബിലിറ്റി ടു ഡിറ്റക്ട് വീക്ക്നെസ്, എന്താണ് ഷോർട്ട് ഫോൾസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റോബോട്ട് കേട്ടത്, ക്ലാസ് റൂമിനകത്തൂടെ പുള്ളി വന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് പോകും, എന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കും. അപ്പോഴത്തേ ഒരാൾ അവിടെ കൈ വിളിച്ചോണ്ടിരുന്നു, അതെന്താ കൈ വെച്ചിരിക്കുന്നത്, വിഷമിച്ചിരിക്കണം, ഇല്ല ടോക്കിംഗ്, എന്താ കുട്ടി അങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ് ഹി സാഡ്, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പറയാനുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്തായിട്ട് കേട്ടിട്ടുണ്ട്. അത് വന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി പറയാം. ആൻഡ് ഇറ്റ് വിൽ ഗീവ് സം ഗൈഡൻസ് ഓൾസോ, റൈറ്റ്? ഈ എന്തെല്ലാം പറയാമെന്നും എന്തെല്ലാം പറയാൻ പാടില്ല എന്നുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഇമെയിൽ അഡ്രസ്, പേഴ്സണലായിട്ട് ഇമെയിൽ അഡ്രസ് ഉപയോഗിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇമെയിൽസ് ഉണ്ട് അല്ലേ? ഓക്കെ. ഗൂഗിളിൽ റെഗുലറായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു 60% കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്നതും നിങ്ങൾ ഇതിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും എല്ലാം പ്ലീസ് മേക്ക് ഷുവർ എക്സ്പോസ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ പേഴ്സണൽ മാറ്റേഴ്സ് നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ പാരൻസ് അവരോട് ചോദിക്കുക. അത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തരും. ഓക്കെ. ഞാൻ I'm also working as a humble volunteer for a society called eSafe, Emirates Safer എന്നുള്ള സൊസൈറ്റി. ഇത് UAE ഒരു സംഘടനയാണ്. അതിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഡിസ്നിയുടെ ഫണ്ട്, ഡിസ്നി വേൾഡിൻ്റെ സപ്പോർട്ടോട് കൂടി, ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ കുട്ടികൾക്കും പാരൻസിനും ടീച്ചേഴ്സിനും ഡിജിറ്റൽ സേഫ്റ്റിനെ കുറിച്ച് ഒരു സെഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ സേഫ്റ്റിയെ കുറിച്ച് പാരൻസിനും ടീച്ചേഴ്സിനും ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഈ ഡിജിറ്റൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഡിജിറ്റൽ അഡിക്ഷനാണ് അല്ലേ? കുട്ടികൾ ഭയങ്കരമായിട്ട് ഡിവൈസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഈ ഒരുപാട് ഡിവൈസ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം എത്ര ശതമാനം അല്ലെങ്കിൽ ഏത് ഏജിൽ എത്ര ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയാമോ?
ഈ ചോദ്യം ഞാൻ ടീച്ചർമാരോട് ചോദിക്കുന്നത്. ഏത് ഏജിൽ എത്ര മണിക്കൂർ ആണ് ഒരു ഡിവൈസ് ഉപയോഗിക്കുക എന്നുള്ളത് അറിയാമോ? ഇപ്പോഴും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്റ്റീവ് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഡയറക്റ്റീവ് തന്നിട്ടുണ്ട്, 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ഡിവൈസ് ഉപയോഗിക്കാൻ പാടില്ല. 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഡിവൈസ് ഉപയോഗിക്കുന്നത് മറ്റ് ഹ്യൂമൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ വീഡിയോ കോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുകളിലോട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നതിന് സമയപരിധി തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് ഞാൻ ഷെയർ ചെയ്യാം, പ്രിൻസിപ്പൾ ഷെയർ ചെയ്യാം. അപ്പം അദ്ദേഹം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പക്ഷെ WHO പോലും ആ ഡിവൈസിന്റെ ടൈം തീരുമാനിക്കുകയോ പറയുകയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒബേസിറ്റി, അതായത് നമുക്ക് തടി കൂടുന്നുണ്ടോ നമ്മുടെ, ഞാൻ ഒബേസ്, ഞാൻ ഭയങ്കര ഡിവൈസ് ഉപയോഗിക്കുന്ന ആളായിട്ടല്ല, അപ്പം നമ്മുടെ ഒബേസിറ്റി കൺട്രോൾ ചെയ്യാന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമേ ഡയറക്ഷൻസ് തന്നിട്ടുള്ളൂ. പക്ഷേ ജനറലി മനസ്സിലാക്കുക, ഒരു 15 വയസ്സ് വരെയുള്ളത്, 10ാം ക്ലാസ് വരെയുള്ള നമ്മളിവിടുത്തെ കുട്ടികൾ, ഡിജിറ്റൽ ടൈം ഷുഡ് ബി ലെസ് ദാൻ 3 hours a day. ഡിജിറ്റൽ ടൈം എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് TV ഓർ എനി അതർ ഡിജിറ്റൽ ഡിവൈസസ് 3 മണിക്കൂറിൽ താഴെ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞിട്ട് പരീക്ഷയുടെ സമയമാകുമ്പോൾ എനിക്ക് 3 മണിക്കൂർ ഇന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് പോകരുത്. ഓക്കെ, ഫോർ യുവർ എഡ്യൂക്കേഷൻ ഓർ എൻ്റർടൈൻമെൻറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഡിജിറ്റൽ സേഫ്റ്റിയെ കുറിച്ച് പറയുന്ന 2-3 സെൻറ്റൻസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവാം. സൈബർ ബുള്ളിങ്, സൈബർ ടെററിസം, pornographic content access, ഡ്രഗ് മാഫിയ കണക്ട്സ് മുതലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ വില്ലേജിൽ നടക്കുന്നുണ്ട്. അങ്ങ് നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഈ വില്ലേജിൽ, ഈ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. യു ഗോ ടു പോലീസ് വെബ്സൈറ്റ്സ് ആൻഡ് ചെക്ക് ഫോർ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം അതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെഷേഴ്സും മെത്തേഡ്സും ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമ്മളുടെ മെക്കാനിസം, നമ്മൾ പഠിപ്പിക്കുന്ന മെക്കാനിസത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഗൈഡൻസ് ഡയറക്റ്റീവ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് വിൽ ബി ഗെറ്റിംഗ് എ ബെറ്റർ ഓറിയന്റേഷൻ, ഹൗ ടു കൗണ്ടർ ദാറ്റ് ആൻഡ് ഹൗ ടു അപ്രോച്ച് ടു ഡിജിറ്റൽ സേഫ്റ്റി, ഡിജിറ്റൽ വെൽബീയിങ്. സേഫ്റ്റി എന്നുള്ള വാക്കിനെങ്കിലും ഡിജിറ്റൽ വെൽബീയിങ് എന്നാണ് പറയുക. എന്താ വെച്ചാൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. ഇറ്റ്സ് എ എസെൻഷ്യൽ ഡിസാസ്റ്റർ. നിങ്ങൾ എന്ത് തന്നെ ആയാലും കുട്ടികൾ ഡിജിറ്റൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല, ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക, മറ്റ് പീർ ഗ്രൂപ്പുമായിട്ട് കോമ്പറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. AI വന്നു, AI ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. വി നീഡ് ടു യൂസ് ഇറ്റ്. അതിനെ എങ്ങനെ ഏറ്റവും പ്രൊഡക്റ്റീവ് ടൈം, ഉപയോഗിക്കുന്ന സമയം എങ്ങനെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഡയറക്ഷൻസും അതിനുള്ള ഗൈഡൻസ് സപ്പോർട്ടുകളും നമ്മുടെ ഈ ടൂളുകൾ നമ്മൾ തരുന്നുണ്ട്. ഞാൻ ജനറേറ്റീവ് AI കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു. ജനറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായി ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അതാണ് ഇന്റലിജൻസ് പ്രോസസ്സ് അതിനകത്തുണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. പല പഴയ ഇൻഫർമേഷനുകളെ ക്യാപ്ചർ ചെയ്തിട്ട് ആ ക്യാപ്ചർ ചെയ്ത ഇൻഫർമേഷനിൽ നിന്ന് അതിന് ജനറേറ്റ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് തരാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ആ റിസൾട്ടിൽ തന്നെ അവർ പറയുന്നുണ്ട് താഴെ, ഇത് 100% ആക്യുറേറ്റ് ആകണമെന്നില്ല, നിങ്ങൾ മറ്റു കാര്യങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് തീർത്തും പറയും, നിങ്ങൾ ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഈ മെഡിസിൻ കഴിക്കാവുള്ളൂ. മെഡിസിൻ ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും, പക്ഷെ അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് അത് ഒരു ഡിക്ലൈമർ എടുക്കും. ഇപ്പോൾ പല കാര്യങ്ങൾക്കും 100% നല്ലതല്ല. അപ്പോൾ അതാണ് ജനറേറ്റ് ചെയ്യേണ്ട പ്രത്യേകത. ഈ ടൂളുകൾ പോപ്പുലർ ആയിട്ടുള്ള ടൂളുകളാണ്. ഇത് എഡ്യൂക്കേറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഇത് സ്ലൈഡ് ടീച്ചേഴ്സിന് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ടൂളുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ടീച്ചേഴ്സിന് മാർക്ക് ഷീറ്റിനെ അനലൈസ് ചെയ്യാം. ആ മാർക്ക് ഷീറ്റ് ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒരു ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ഗ്രാഫിക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാം. ആ ഗ്രാഫിക് അത് ഉപയോഗിച്ച് തന്നെ അവർക്ക് എന്താ പറയുക, ലെറ്റേഴ്സ് ഉണ്ടാക്കാം, പാരന്റിന് അയക്കേണ്ട ലെറ്റർ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാം. ഇതെല്ലാം ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് സെഷനുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടീച്ചേഴ്സിന് ഫാസ്റ്റായിട്ട് ക്ലാസ്സിൽ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ്
ബെറ്റർ ആയിട്ടുള്ള, അതായത് ഫാസ്റ്റർ ആയിട്ടുള്ള ആംപ്ലിഫൈഡ് സപ്പോർട്ടോട് കൂടി എങ്ങനെയാണ് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുക. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു പടം വരച്ചെടുക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ സമയം എടുക്കേണ്ടത് പോലും വേണ്ട. ചിലപ്പോൾ പ്രോംപ്റ്റ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട് ടീച്ചർമാർക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് എടുക്കേണ്ട ക്ലാസ്സുകൾക്ക് ഒരുങ്ങി വരാനായിട്ടുള്ള സംവിധാനങ്ങളും ഈ നമ്മൾ കൊടുക്കുന്ന ടീച്ചേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് ടൂളുകളുണ്ട്. സോ ഇത്ര നേരം ഞാൻ എന്താണ് കൊടുക്കുന്നത്, ഇങ്ങനെയാണ് നമ്മളിവിടെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് സ്റ്റോഗോ സ്യൂട്ട് IT. സ്റ്റോഗോ സ്യൂട്ട് IT എന്നാണ് പേര്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ സ്റ്റോഗോ എന്നുള്ളത് എന്താണെന്ന് പറയാതെ, സ്റ്റോഗോ മാൻ, സ്റ്റോഗോ മാൻ. സ്റ്റോഗോയുടെ ഫുൾ ഫോം എന്താണെന്ന് പറയട്ടെ. സ്റ്റുഡൻസ് ടാസ്ക് ഓറിയന്റഡ് ഗെയിംസ്. ഔട്ട്ഡോർ എന്നാണ് ലാസ്റ്റ് ഓ പറയുന്നത്, ഓഫ്ലൈൻ എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൂള് ടാസ്കുകളായിട്ട് ഗെയിമിഫൈഡ് ആയിട്ട് ഗെയിമുകൾ കളിക്കുന്നത് പോലെ കളിക്കാൻ പറ്റുന്ന മോഡലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റോഗോ. അപ്പോൾ ഗെയിമിഫിക്കേഷൻ പോലുള്ള ഏറ്റവും മോഡേൺ മെക്കാനിസത്തിൽ കൂടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളത്. ഇന്റർനാഷണലി നമ്മളിപ്പം മിഡിൽ ഈസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം 12 ഡിഫറെൻറ്റ് കരിക്കുലത്തിന് ഞങ്ങൾ പ്ലാറ്റ്ഫോം കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ, ഇന്റർനാഷണൽ സ്പിയറിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിച്ച് അത് ഏറ്റവും ലളിതമായ തരത്തിൽ നമ്മളുടെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ കീ ഫീച്ചേഴ്സ് പറയുന്നത് വിഷ്വൽ കോഡിംഗ് ഉണ്ട്. വിഷ്വൽ കോഡിംഗ് ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ച് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും കോഡിംഗ് ചെയ്തിട്ടുണ്ടാവും. സ്ക്രാച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ കണ്ടിട്ടുണ്ട് നിങ്ങൾ? സ്ക്രാച്ച് ഇല്ല? ഓക്കെ, സ്ക്രാച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ ബാക്കി ആപ്പ് ആൻഡ് ഗെയിം ഡെവലപ്പ്, നിങ്ങൾക്ക് തന്നെ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി കളിക്കാനുള്ള ഗെയിംസ് ഉണ്ടാക്കാം. അടിപൊളിയല്ലേ? ഓക്കെ, നെക്സ്റ്റ്. സ്കൂളുകൾ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റ്സ് ഫോർ ദ സ്കൂൾ എന്നുള്ള പെർസ്പെക്റ്റീവ് ആണ്. എനിവേ അതിൽ പറയുന്ന മാറ്റേഴ്സ് ഇതാണ്. ഒന്ന്, നിങ്ങൾക്കൊരു LMS പ്ലാറ്റ്ഫോം, ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ലോഗിൻ ചെയ്യാനും പാരൻസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ലോഗിൻ ട്രഡീഷനിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ലോഗിൻ ചെയ്യാനും കുട്ടികൾക്ക് അതിൽ തന്നെ കണ്ടന്റ് ഉണ്ടാവും. അതിൽ തന്നെ AI ചെറിയ ചെറിയ ടാസ്കുകൾ, ഗെയിമുകൾ കളിക്കാൻ പറ്റും. പെൻ പേപ്പർ സിസർ ഗെയിം കളിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അതിനകത്ത് തന്നെ. ഓക്കെ, അപ്പം ആ പെൻ പേപ്പർ സിസർ ഗെയിമാണ് ഏറ്റവും കൂടുതൽ AI ഏറ്റവും ബേസിക് ഗെയിമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഞാൻ എങ്ങനെ കാണിക്കുമ്പോൾ എന്താ കാണിക്കട്ടെ? ഇത് പേപ്പറാണ്. അപ്പോൾ നിങ്ങളെന്ത് കാണിക്കും? സിസറാണ്. ഓക്കെ, ഇത് ഗെയിം, ഇത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും നിങ്ങളുമായിട്ട് ഈ ഗെയിം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജസ്റ്ററുകൾ ഇങ്ങനെ കാണിക്കുന്നതും സിസർ കാണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജസ്റ്ററുകളെ കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ? ഇതൊരു കുഞ്ഞു ഗെയിമാണ്. ഇതുപോലത്തെ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് വരുമ്പോൾ ചില ഗെയിമുകൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം സെൽഫ് ലേണിംഗ് പേസിൽ കൂടെയാണ്. ടീച്ചർമാർക്കെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുക. ടീച്ചർമാർക്കുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ ദിവസവും എന്നപോലെ നമ്മുടെ മെന്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ലേണിംഗ് ഗോൾസ് എന്തൊക്കെയാണെന്ന് വിഷ്വൽ കോഡിംഗ് ചെയ്യാം. അപ്പോൾ ആ സ്ക്രീനിൽ കണ്ടോ ഒരാളിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരുന്നത്? അതാണ് സ്ക്രാച്ച് പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു എൻവയോൺമെന്റ്. ഓക്കെ, ദെൻ പ്രോഗ്രാം your own devices, then learn to create your own games. IoT device നിങ്ങൾ വീട്ടിലുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സിറി ഉണ്ടെന്ന്, അലക്സ, അതൊക്കെയാണ് IoT ഡിവൈസുകൾ എന്ന് പറഞ്ഞത്. ആ IoT ഡിവൈസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗേറ്റ് തുറക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ഗേറ്റ്, ഓട്ടോമാറ്റിക് ഗേറ്റ് വന്നിട്ട് കുട്ടി മരിച്ചിട്ടുണ്ട്, അൺഫോർച്ചുനേറ്റ്. അങ്ങനത്തെ ഇൻസിഡന്റുകളും ഉണ്ട്. അപ്പം ചില ഗെയിമുകളും ചില ടാസ്കുകളും ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ
പാരൻസിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റും. പാരൻസ് കുറേ കേൾക്കുന്നുണ്ട്. അത് ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ള ഡയറക്ഷൻസും നിങ്ങൾ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവും. അത് ആ സ്റ്റേജിൽ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം. പാരൻസിനും വളരാം, നമുക്കും വളരാം. നമുക്കെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളുടെ കൂടെ ആട്ടോ, അപ്പോൾ നമുക്കും വളരാം, പിന്നെ ടീച്ചേഴ്സിനും വളരാം. And you can also create robotic projects. So robotic projects, can you show one example from your kids? You have kids, right? Can you just open something also? പണ്ട് കേട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭയങ്കര പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലേ? ഭയങ്കര പാടാ. ഇനി പ്രോഗ്രാം ചെയ്യണ്ട, പകരം ഇന്ന പ്രോഗ്രാം വേണം നിങ്ങൾ എയോട് പറഞ്ഞാൽ മതി. ഇറ്റ് വിൽ ക്രിയേറ്റ് ഫോർ യു. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിൽ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ കോഡിങ്ങിന്റെ ലെവൽ തന്നെ വേറൊരു സ്റ്റെപ്പിലേക്ക് കടന്നു. പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് പഠിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് പ്രോഗ്രാമിംഗ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഈ ഇപ്പോൾ വരുന്ന AI ടൂളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഈസി, റൈറ്റ്? മാത്സ് ആണോ ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ്? അതെ, ഇവിടെ എല്ലാവർക്കും മാത്സ് ഭയങ്കര പുലിവാണ് അല്ലേ? ഏറ്റവും ഈസി ആയിട്ട് മാത്സും സയൻസും പഠിക്കാൻ പറ്റുന്ന മെത്തേഡുകൾ ഈ ടൂളുകളിൽ കൂടെ പഠിക്കാൻ പറ്റും. ക്ലിയർ? ഷോ സം ഡിവൈസ്. സാർ ജോയ്സ്റ്റിക്കാണ്. ഈ കൺട്രോളർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരു റോബോട്ട് ഉണ്ടാക്കിയാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെൻസറുകൾ, ഈ ഡിവൈസും ഈ ഉപയോഗിക്കുന്ന ടൂളുകളെല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്തെല്ലാം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മേത്ത് ആക്സിഡന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ തുരുമ്പ് കയറി അങ്ങനത്തെ സബ്ജക്റ്റൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ക്വാളിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഹൈലി റെക്ഡ് ആണ്. ഇതിപ്പോൾ എറിഞ്ഞ് ഞാനൊന്നും സംഭവിക്കുക, എറിഞ്ഞ് പൊട്ടിക്കില്ല, പക്ഷെ എറിഞ്ഞ് ഞാനും സാധാരണ ഏതെങ്കിലും കുട്ടികളുടെ താഴെ വീണ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആവാത്ത തരത്തിലുള്ള ടൂളുകളും ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കിറ്റുകൾ ഡിസൈൻ ചെയ്തത്. ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നില്ല, നിങ്ങൾ ഇന്റർനാഷണലി പല കരിക്കുലങ്ങൾ 12ഓളം ഡിഫറെൻറ്റ് കരിക്കുലങ്ങളിൽ നിന്ന് വലിയ നല്ല എന്താ പറയുക, ഞാൻ വലിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ വലിപ്പം തീരുമാനിക്കുന്നത്. എങ്കിലും ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ട് തുല്യത കൊണ്ടുവരിക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. വേണ്ടേ? ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ട് ദുബായിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമുക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടണ്ടേ? അല്ലെങ്കിൽ അതിന് മേലെ എഡ്യൂക്കേഷൻ കിട്ടണ്ടേ? നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ അതിന് മേലെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ തുല്യത കിട്ടാനായിട്ടും ഈ AI ടൂളുകൾ കൊണ്ട് സാധിക്കും. ഈ AI മെക്കാനിസം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തൊരു മെത്തേഡ്. ഇത് 3 ലെവൽസ് ആയിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ ലെവലില് നമ്മൾ ബ്ലോക്ക്, അതായത് ഈ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന കോഡിങ് AI പഠിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ബ്ലോക്ക് കോഡിംഗ് ഉണ്ട്, AI ഉണ്ട്, ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്. സ്റ്റേജ് 2 ലെവൽ 2 ലെവൽ 3 പൈത്തൺ ലാംഗ്വേജും അഡ്വാൻസ്ഡ് AI പഠിക്കും. ഇങ്ങനെ 3 സ്റ്റേജസിൽ കൂടെയാണ് നമ്മൾ പഠിക്കുക. ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും നമ്മുടെ സ്കൂളിൽ തന്നെ ചെയ്യുന്നതിന് നമ്മളൊരു സ്റ്റോഗോ ക്ലബ്ബ് ഫോം ചെയ്യും. സ്റ്റുഡൻസ് ടാസ്ക് ഓറിയന്റഡ് ഗെയിം ക്ലബ്ബുകൾ ഫോം ചെയ്യും. ആ ക്ലബ്ബുകളിൽ കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരുമോ? We'll ask teachers, okay? I'll recommend to get that. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റോഗോ ഫെസ്റ്റിലേക്ക് ഇൻവൈറ്റ് കിട്ടും. അപ്പം നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന കൊച്ചുമിടുക്കർ, ഇപ്പം നമ്മൾ ആ തിരുവനന്തപുരത്തെ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ക്രിയേറ്റ് ചെയ്ത റോബോട്ട് കണ്ടില്ലേ? അപ്പം അത്തരം റോബോട്ടുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കുഞ്ഞു റോബോട്ടുകളെയും കുഞ്ഞു ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലബിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാം. താഴെ നിന്ന് ഡ്രം കേട്ടില്ലേ? എന്താ സൗണ്ട് കേൾക്കണേ? പാൻസെറ്റ്. അപ്പോൾ പാൻസെറ്റ് ടീമല്ലേ അവര്? അതുപോലെ നമുക്കൊരു സ്റ്റോഗോ ടീം ഫോം ചെയ്യാം. ആൻഡ് വിൽ ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ? ആൻഡ് ദെൻ വിൽ സബ്മിറ്റ് ഇറ്റ് ടു ദ സ്റ്റോഗോ ഫെസ്റ്റ്. ഇനി പറയുന്നത് പാരൻസിന് വേണ്ടിയിട്ടാണ്, ടു ലിസൺ. സോ സ്റ്റോഗോ ഫെസ്റ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ which is currently funded by Disney. Thankfully,
ഞാൻ അതിനകത്തൊരു ഫൗണ്ടിങ് മെമ്പറാണ്. വിത്ത് ദിസ് ഫെസ്റ്റിവൽ യുനോ ഇപ്പം ഇന്ത്യയിൽ നമുക്ക് ആ ഫെസ്റ്റിവലിന് എൻഡോഴ്സ്മെന്റ് തന്നിരിക്കുന്നത് ISRO ആണ്. UAE നമുക്ക് ഇതിന്റെ എൻഡോഴ്സ്മെന്റ് തന്നിരിക്കുന്നത് ESAFE എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു NGOയും RAS റോബോട്ടിക് ഓട്ടോമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു NGO ആണ്. അപ്പം ആ NGOയിലേക്ക് ഡിസ്നിയുടെ ഫണ്ടിങ്ങോട് കൂടി, ഡിസ്നിയുടെ കാർട്ടൂൺസ് കാണാറുണ്ടോ? ഇഷ്ടമാണ്? ഓക്കെ. അപ്പൊ ഡിസ്നിയുടെ ഫണ്ടിങ്ങോട് കൂടി we are conducting an international Stogo Fest. Now you can see what it is, international Stogo Fest and Child Online Protection Award. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല കുറച്ച് സ്കൂളുകൾക്ക്, അതായത് എല്ലാവർക്കും എത്തിയിരുന്നില്ല ഇൻഫർമേഷൻ, ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ അവാർഡ് നമ്മൾ കൊണ്ടുവന്നു. ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് പ്രിൻസിപ്പലിനോട് റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ഇപ്രാവശ്യം ബാക്കി ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിലും ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഏത് സമയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര സമയം കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ ഡിവൈസ് അഡിക്ഷനും ഡിവൈസിന്റെ യൂസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന അവയർനെസ് സെഷൻസ് നമുക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡിൽ അർഹതപ്പെടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഗൈഡ് ലൈനിൽ ഒന്നാണ്. പിന്നെ ഡിവൈസ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീരുന്നേയുള്ളൂ. കൂടുതലും ഇത് ഒരു എന്താ പറയുക ഇന്റർനാഷണൽ കരിക്കുലത്തിലാണ് കൂടുതലും നിർബന്ധമായി വന്നിട്ടുള്ളത്. പക്ഷെ BYOD പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ഡിവൈസുകൾ, ഇപ്പോൾ ഒരു കുട്ടി വരുന്നു, ആ കുട്ടിയുടെ കയ്യിൽ ഡിവൈസ് ഉണ്ട്, അയാളെ വിളിച്ചിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു, അത് ഉപയോഗിച്ച് അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ നിയമവശം എന്താണ്, അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് ഗൈഡും ഉണ്ട്, ടീച്ചിങ് മെറ്റീരിയലും ഉണ്ട്. ഇത് സർക്കുലേറ്റ് ചെയ്യാൻ BYOD പോളിസി. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസ്, ഡിജിറ്റൽ ഡിവൈസുകൾ, ഇതൊക്കെ ഡിജിറ്റൽ ഡിവൈസുകളാണ്. ഇതിന്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ ചെക്ക് ലിസ്റ്റ്, അന്ന് ഇതൊക്കെ ഞങ്ങൾ കമ്പനി പ്രൊബോണോ ബേസിൽ കൊടുക്കുന്നതാണ്, ഈ NGO പ്രൊബോണോ ബേസിൽ കൊടുക്കുന്നതാണ്. ഇത് ചെയ്യുന്ന സ്കൂളുകൾക്കും ഈ സ്റ്റോഗോ ഫെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്കൂളുകൾക്കും അവരുടെ പോയിന്റ്, സ്കോറിംഗ് പോയിന്റിനനുസരിച്ച് കിട്ടുന്ന അവാർഡാണ്. കഴിഞ്ഞ വർഷം 10 സ്കൂളുകൾക്കാണ് കിട്ടിയിരുന്നത്. ഇത് സ്ക്രീൻ കാണാവോ?
മാജിക്കും കളറിങ്ങും ഡാൻസും പ്രോഗ്രാമൊക്കെ ആയിട്ടുള്ള സ്ട്രോബോ ഫെസ്റ്റ് നമുക്ക് ഇവിടെ സ്കൂളിൽ നടത്തണ്ടായിരുന്നു. ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. But let us see that. Okay, how to conduct a Strobo Fest in our school level. എല്ലാവരും ഇന്നോവേറ്റീവ് ഐഡിയകളുമായിട്ട് വരിക. ഇവിടുന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് we take them to regional or zonal escape. കുട്ടികൾ സോണൽ ലെവലിലോ റീജിയൻ ലെവലിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം അതിന് ഈ വർഷത്തെ തീം ടെക്നിക്കലി വേറെ ഗ്ലോബലി ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതിന് ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് ആൻ ഓണർ ടു അനൗൺസ് ഹിയർ. This is use of AI and robotics for digital well-being of children. Use of AI and robotics for digital well-being of children. അതാണ് തീം. അപ്പോൾ ആ തീമിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെറിയ ചെറിയ ഐഡിയ കൊണ്ടുവരാൻ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് എ ഐ റോബോട്ടിക്കും കുട്ടികളുടെ ഡിജിറ്റൽ വെൽബീയിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുക, അതാണ് തീം. കഴിഞ്ഞ വർഷത്തെ തീം ഡിജിറ്റൽ വെൽബീയിങ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫിസിക്കൽ ആൻഡ് വിർച്വൽ വേൾഡ് തന്നു കഴിഞ്ഞ വർഷത്തെ തീം. ഈ വർഷത്തത് എ ഐ ആൻഡ് റോബോട്ടിക്സ് എങ്ങനെയാണ് ഡിജിറ്റൽ വെൽബീയിങ്, കുട്ടികളുടെ ഡിജിറ്റൽ വെൽബീയിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം പോകുന്നത്. അതിൽ പല കോമ്പറ്റീഷൻ കാറ്റഗറിയുണ്ട്. ഗ്രേഡ് 4 to 12 ആണ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻസ് വരുന്നത്. വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും പ്രസൻറ്റേഷനൊക്കെ ആയിട്ടാണ് വരുന്നത്. ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അത് എന്താണ്. നെക്സ്റ്റ് അപ്പം ഇനി ഇന്റർനാഷണൽ ഇവൻറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വി ആർ എൻഡോസ്ഡ് ബൈ UAE ഗവൺമെൻറ് ആസ് സച്ച്. മിനിസ്റ്റർ ഓഫ് ടോളറൻസ് ആൻഡ് കോഎക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക്, ഹിസ് എക്സലൻസി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ എന്നാണ് ആളുടെ പേര്. ആളാണ് നമ്മുടെ അവിടുത്തെ ഓണറബിൾ പ്രസിഡന്റ്. നെക്സ്റ്റ് ഇത് ഇവിടുത്തെ ഷോകേസിന്റെ ഇനാഗ്രേഷൻ ആണ്. നമ്മുടെ ഓണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് KM രതീഷ് കുമാർ സാറായിരുന്നു ഇവിടെ. നെക്സ്റ്റ് ISRO എൻഡോസ്ഡ് ആണ്. ടീം ISRO എൻഡോസ്ഡ് ആണ്. സാരാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഇവന്റ് നടന്നത്. ISRO റിട്ടയർഡ് സയൻറ്റിസ്റ്റുകാർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രോബോ ഫെസ്റ്റ് അവരാണ് എൻഡോസ് ചെയ്യുന്നത്. So you will be getting a certificate of participation. Teachers also are, we need mentors from the teachers. ടീച്ചേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുന്നതിനും അതിൻ്റെ കൺസെപ്ഷനൈസ് ചെയ്യുന്നതിനും ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും ഓൺലൈനിൽ. ഇതാണ് നമ്മുടെ 10 സ്കൂളുകൾ ഇവിടെ ട്രിവാൻഡ്രത്തും കോട്ടയം മലപ്പുറം എന്നിങ്ങനെ ഡിഫറെൻറ്റ് പാലക്കാട് പല ഡിസ്ട്രിക്റ്റുകൾ സ്കൂളുകളുണ്ടാവും. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞത് ഡിസ്നിയുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ട്രെയിനിങ്ങുകൾ സ്കൂളുകളിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇത് ഇന്റർനാഷണൽ സ്ട്രോബോ ഫെസ്റ്റിൽ ഇവിടുന്ന് പോയ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻസിന്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്, മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ദുബായിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യത്തെ നടന്നിരുന്നത്. ആൻഡ് അതേക്കുറിച്ച് participate in the travel and they got lot of opportunity to explore lot of wonders from Dubai. ഇത് ഇന്റർനാഷണൽ സ്ട്രോബോ ഫെസ്റ്റിലെ വിന്നേഴ്സ് ആയിട്ടുള്ള സ്കൂളുകളാണ്. ഇവിടെ നമ്മുടെ സ്കൂൾ ലെവലിൽ ഇപ്പം നടക്കുന്ന സ്കൂളുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം. ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. സ്റ്റുഡൻറ് വിന്നേഴ്സ്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം. സെക്കൻഡ് ലൈനിലെ ഏറ്റവും റൈറ്റ് സൈഡിൽ 4 മിനിറ്റ് വീഡിയോ. ഈ വീഡിയോ പ്ലേ ചെയ്തതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Strobo Fest conducted in Middlesex University, Dubai. I'm Bhavna. I'm Shreya. I'm Satvik. So we were really passionate to present all our projects in this wonderful event, and we were able to. So
it was a really nice experience doing all those preparations, doing those works, and coming to this university. Finally, all our hard work had definitely paid off. This was a great opportunity to showcase our talent, and I would like to thank Stokerfest and Middlesex University for giving us such a great opportunity. And it was also a great thing for us. Yeah. Very relevant theme in today's scenario. So they're explaining about their project also. Let us see what they're explaining. Software named Suraksha, which aims at protecting the children from excessive usage or unwanted usage, just like a parent would do. സോ ഇന്നലത്തെ ഇന്റർനാഷണൽ സ്റ്റോക്കർ ഫെസ്റ്റ് ഇവന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ദുബായിൽ നിൽക്കുകയാണ്. ആൻഡ് വി ആർ ഓൾ സോ ഹാപ്പി. നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാമൊക്കെ വന്നിട്ട് നമ്മൾ അത്രത്തോളം നമ്മൾ ഇപ്പോഴും നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. വി കെയിം ഹിയർ ആൻഡ് ഇറ്റ് ഇസ് സോ നൈസ് ഒരു പ്ലേസ് ആയിക്കോട്ടെ. യൂണിവേഴ്സിറ്റി മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ഇസ് ദാറ്റ് ലൈക്ക് അതൊക്കെ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. സോ ദുബായ് ഫെസ്റ്റിലാണെങ്കിലും even though we have presented our project and all, the most striking thing was the corporate sense of representation. It was very motivating. അത്ര സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഷോ പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ, നമ്മളെ കൂട്ടുകാരല്ലേ, അവർ പറഞ്ഞതിന് അവരെങ്ങനെ പറഞ്ഞു പോയിരുന്നു. അപ്പം അതിൽ എക്സ്പ്ലെയിൻ അവർ കൊണ്ടുവന്ന് ചെയ്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് മൊബൈൽ ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തത്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ട് കുട്ടികളുടെ ഡിജിറ്റൽ സേഫ്റ്റി, ഒരു സൈബർ ഫോർട്രസ് എന്നാണ് അവർ കൊണ്ടുവന്ന പ്രൊഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ഡിജിറ്റൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് വാസ് ആക്ച്വലി അമേസിങ് വൺ. കാരണം ഇൻ്റർനാഷണലി നമ്മൾ പാരൻസിന് വേണ്ടിയിട്ട് പറയാണ് നെറ്റ് നാനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നെറ്റ് നാനി ടീച്ചേഴ്സ് പാരൻസിൻ്റെ ട്രെയിനിങ് ഓറിയൻറ്റേഷനുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. നെറ്റ് നാനി ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നെറ്റ് നാനി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നമ്മൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺവാണ്ടഡ് വെബ്സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ അൺവാണ്ടഡ് സ്ഥലത്തേക്ക് പോകുന്നതും ഡിജിറ്റൽ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷനാണ്. അതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തവരാണ്, അവർക്കാണ് പോകാൻ പറ്റുന്നത്. അതുപോലെ ഒട്ടനവധി ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ കേട്ടു. ഒന്ന് AI വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിനെ നമ്മൾ എങ്ങനെ ഫ്രണ്ട്ലി ആക്കി ഉപയോഗിക്കണം, അത് ഉപയോഗിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഗൈഡൻസും സപ്പോർട്ടും കിട്ടുന്നത് എങ്ങനെയാണ്, കൂടുതലായിട്ട് ഇൻ്റർനെറ്റും AI ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്, അതെങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മളുടെ കൊച്ചി ഇന്നോവേഷൻസ് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുണ്ട്. മറ്റു കൂട്ടുകാർ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം ഇന്നോവേഷൻസ് എങ്ങനെ നമുക്കൊക്കെ പഠിക്കാൻ പറ്റും, നമുക്കെങ്ങനെ അറിയാൻ പറ്റും എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കോ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഇത് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വൺസ് അഗെയിൻ ഐ ആം താങ്കിങ് യു ഓൾ, മാനേജ്മെൻറ്റ്, children here, parents, teachers, to take this step, the first step. So it's very important. This will be a transformative for our students here. Thank you all. Have a great day. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അതേപ്പറ്റി ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സ്കൂളിലേക്ക് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എൻ്റെ കോൺടാക്റ്റൊക്കെ സെൻഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എത്രത്തോളം നമ്മുടെ സ്കൂളിലേക്ക് അത് ഇഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ക്ലാസ് മുതലോ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പാരൻസിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. കുട്ടികൾക്കുള്ള അവസരം കിട്ടുമല്ലോ, കുട്ടികൾക്ക് ക്ലാസ്സിൽ വരുമ്പോൾ കിട്ടുന്ന അവസരമാണ്. പാരൻസിന് ആർക്കെങ്കിലും വന്ന് മുന്നോട്ട് വന്ന് ചോദിക്കാം. നിങ്ങളുടെ ഒരു സജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൻ്റെ മെയിൻ ഭാഗം നിങ്ങളുടേതാണ് കേട്ടോ. പ്ലീസ്. ഇതൊരു 3-layer സിസ്റ്റമാണെന്നാണ്. സോ ഇറ്റ്സ് വിഷ്വൽ കോഡിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ്. സോ അത് വീക്കിലി 1 day എന്നുള്ള രീതിയിലാണ് ക്ലാസ് അവൈലബിൾ ആവാമെന്ന് പറഞ്ഞു. സോ ഈ 3-layer ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കും? ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് 1 year. 30 hours-ൻ്റെ ആയിരിക്കും. 30 സെഷൻസ്, 1.5 hour വരാവുന്ന 30 സെഷൻസ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്.
ഈ 30 സെഷൻസ് കൊണ്ട് ഇവരെങ്ങനെ എ പഠിക്കും? ഇതാണ് വലിയ ചോദ്യമാണ്. കാരണം എല്ലാവരും ചോദിക്കുന്നൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം പ്രോഗ്രാമിംഗ് പഠിക്കണ്ടേ, എന്നിട്ടല്ലേ എ പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ KG സ്റ്റുഡൻസ് എന്ത് എ പഠിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ grade 1 and 2 ആയാൽ പോലും എന്താണ് എ പഠിക്കുന്നത്? That's my question. Yeah. Because this level is, Yeah. Yeah. അത് lower level എങ്ങനെയാണ് നിങ്ങൾ അതിനെ Yeah. differentiate Yeah. ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തത് നമ്മൾ ഏറ്റവും ലോവർ ഗ്രേഡുകളിൽ എങ്ങനെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങനെ പറയാം, ഓക്കെ, ഇസ് കണക്റ്റഡ് വിത്ത് ദ സെൻസേഴ്സ്. എങ്ങനെയാണ് ഈ സെൻസറും തമ്മിൽ കണക്ട്? അപ്പോൾ ജസ്റ്ററുകൾ കാണിക്കുന്നു. എങ്ങനെ ജസ്റ്റർ എടുക്കാം? ഒരു പടം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുക? അപ്പോൾ നമ്മുടെ ഒരു ഗെയിം, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം കുട്ടികൾക്കുള്ളത്, ഒരു ഐസ്ക്രീം വരയ്ക്കാൻ പറയും, പിസ്സ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ അവർ റെഗുലർ കാണുന്ന ഫോട്ടോസ്, അത് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അത് അവർക്ക് സിസ്റ്റത്തിൽ തന്നെ വരയ്ക്കാം. വരച്ചു കഴിയുമ്പം അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് തിരിച്ച് പിന്നീട് ആ കുട്ടി വരയ്ക്കുന്ന സമയത്ത് അത് എടുക്കുന്നത് കാണിച്ചു കൊടുക്കും. അപ്പം ലൈൻ ഡ്രോയിങ് ജസ്റ്റേഴ്സ്, ഇമേജസ്, ചെറിയ ടെക്സ്റ്റുകൾ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പം ഞാൻ നേരത്തെ പെൻ പേപ്പർ പ്രൊസസ്സറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇത്തരം ഗെയിമിൽ കൂടെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫേസിലുള്ളത്. അതുകൂടാതെ ബേസിക്സ് ഓഫ് ഇപ്പം നമ്മൾ പറയുന്ന മൗസ്, കീബോർഡ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഐ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ സെൻസർ എങ്ങനെ, ഹാൻഡ് എന്താണ്, അപ്പോൾ ഒരു റോബോട്ടാണെങ്കിൽ റോബോട്ടിൻ്റെ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് കണക്ട് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ലോവർ ഗ്രേഡുകളിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ദർ ആർ സം തിയറീസ് ഓൾസോ, പക്ഷേ തിയറി അല്ല, അവിടെ കൂടുതലും ആക്ടിവിറ്റികളാണ് ചെയ്യുന്നത്. ആ ആക്ടിവിറ്റികൾ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് കണക്റ്റ് ആവത്തുള്ളൂ. ഇതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2ലേക്ക് വരുമ്പം നമ്മൾ ഈ സ്ക്രാച്ചും പിക്ചോബ്ലോസ് പോലുള്ള ID എൻവയോൺമെൻറ്റുകൾ, ആ ഐഡിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ കുട്ടിക്ക് ഫ്ലോ ചാർട്ട് മനസ്സിൽ കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ ചാർട്ട് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടുമ്പം പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആവും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു പൂച്ച, നമ്മൾ സ്പ്രൈറ്റ് എന്ന് പറയുമ്പോൾ ആ പൂച്ചയുടെ മൂവ്മെൻറ്റും അതിൻ്റെ സൗണ്ടും റെക്കഗ്നൈസ് ചെയ്യണം. അതല്ലെങ്കിൽ കുട്ടി ചിരിക്കുന്നു, കരയുന്നു, ഇപ്പോൾ എക്സ്പ്രഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എക്സ്പ്രഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ടൂളുണ്ട്. അപ്പം അതുപോലെ തന്നെ സൗണ്ടുകൾ, ജസ്റ്ററുകൾ, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി AI എങ്ങനെയാണ് ഡീപ്പ് ലേൺ, എങ്ങനെയാണ് അത് പഠിക്കുക, അത് പഠിച്ചിട്ട് എങ്ങനെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് കാണിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം അതാണ് സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 2 കൂടുതലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബേസ് ചെയ്തിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ്, ഞാൻ എയുടെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. കോഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലെ ലാംഗ്വേജും ലൈനും വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോഡ് ക്രിയേഷൻ വരുന്നു. ലെവൽ 3ലേക്ക് വരുമ്പം പൈത്തൺ ഡെഫിനറ്റ്ലി, കാരണം എല്ലാം പൈത്തൺ എഞ്ചിനിലാണത്. പൈത്തൺ ഈസ് വെരി ഫ്ലെക്സിബിൾ ആൻഡ് വെരി ഫ്രണ്ട്ലി വിത്ത് AI ടൂൾസ് ആണ്. അപ്പം ആ 3rd സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് പൈത്തണും അഡ്വാൻസ്ഡ് AI പഠിക്കുക. അപ്പം പിന്നെ കുട്ടികൾക്ക് റീക്യാപ്പ് ചെയ്യാൻ അവസരം കൊടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി വരുമ്പോൾ എങ്ങനെയാണ് 4 വരെ ഉണ്ടാകുന്ന പ്രിപ്പറേഷൻസ് എടുക്കുക, അത് ഇറ്റ് ഈസ് ഈസി. കാരണം ഞങ്ങൾ ആ റീക്യാപ്പിനുള്ളത് ഫാസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി സെൽഫ് ലേണിംഗ് LMS കൊടുക്കുന്നുണ്ട്. ഈ 30 മണിക്കൂർ ക്ലാസ്സിലിരിക്കുന്നത് അല്ല അതിനകത്ത് ടാസ്ക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇരിക്കുന്നത്. വി ആർ ഗിവിങ് ആൻ ഓപ്പൺ LMS. അപ്പം കുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾ കണ്ടതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് മറ്റ് ഗെയിമുകളെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് കയറി ചെറിയ ഗെയിമുകൾ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ LMS പ്ലാറ്റ്ഫോമിൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിനുള്ള എൻവയോൺമെൻറ്റും അതിനുള്ള ഗെയിമിംഗ് എൻജിൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടികൾ, കൂടുതൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക്, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ദർ. ആ ലോഗിൻ ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ആണ്. ഞാൻ സെഷനിൽ പറഞ്ഞല്ലോ, ഒരു കുട്ടിയുടെ ലേണിംഗ് പേസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ കുട്ടി അത് യൂസ് ചെയ്യുക. അപ്പം അതിനകത്തെ ആക്ടിവിറ്റികൾ ഇൻക്ലൂഡിങ് ഇപ്പോൾ നേരത്തെ കണ്ട ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് വരെ ഉണ്ട് അഡ്വാൻസ് റോബോട്ടിക്സ്. അപ്പോൾ ഇതൊരു ചൈൽഡ് പ്ലേ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഒരു കുറച്ച് സീനിയറിലേക്ക് വരുമ്പോൾ ഒരു 7th and 8th മുകളിലോട്ട് കയറി തുടങ്ങുമ്പോൾ, ഞാൻ 7th ഒക്കെ ആകുമ്പോഴേക്കും നല്ല പ്രോഗ്രാമേഴ്സിനെ കണ്ടിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 8th ഒക്കെ ആകുമ്പോഴേക്കും നല്ല പ്രോഗ്രാമിങ്ങിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഹൈ എൻഡായിട്ട് റോബോട്ടിക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ റോബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും
ലൈൻ ഫോളോയിങ് അങ്ങനെ അതൊക്കെ ഒരു ക്ലീശ സാധനങ്ങളായിപ്പോൾ. ഇപ്പോൾ അതൊക്കെ ക്ലീശയായി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തീം ഓറിയൻറ്റഡ് ആയി തുടങ്ങി. ഞാനൊരു തീം പറഞ്ഞു, യൂസ് ഓഫ് AI ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ സേഫ്റ്റി ആണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ബിയോണ്ട് ജസ്റ്റ് ഒരു കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിനെ കഴിഞ്ഞും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, ഹൗ യു ക്യാൻ യൂസ് ദ പ്രോഗ്രാമിംഗ് ഓർ കോഡിംഗ് ഓർ എനി ടെക്നോളജി ഫോർ ഗുഡ്. ഞാൻ കാണിച്ച വീഡിയോയിലും ആദ്യം കാണിച്ചത് എങ്ങനെയാണ് ഹൗ വി ക്യാൻ ഫൈറ്റ് എഗൻസ്റ്റ് പ്ലാസ്റ്റിക് ഓർ കണ്ടാമിനേഷൻസ് അറൗണ്ട് അസ്. അപ്പം അത്തരം കാര്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. താങ്ക് യു സോ മച്ച് ടീച്ചർ. മറ്റാരെങ്കിലും പേരൻസിന് സംശയം ഉണ്ടെങ്കിൽ വരാം, മുന്നോട്ടും ചോദിക്കാവുന്നതാണ്. കുറച്ചിനോട് ചോദിക്കുന്നുണ്ടോ? ഞാൻ അതിനാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡയറക്ടർ എനിക്ക് അവരോട് ചോദിക്കും. സെക്യൂരിറ്റി ആസ്പെക്ട് ആദ്യം ചെയ്യുന്നത്, ആദ്യം നെറ്റ്വർക്കിന്റെ ബേസിക് റൂൾ ഡിനൈ ഓൾനെസ്. എല്ലാ സാധനവും ആദ്യം ഡിനൈ, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം തുറന്നു. അതാണ് സെക്യൂരിറ്റിയുടെ ഒരു ലോ. എത്ര ഹൈ എൻഡ് ടെക്നോളജി സെക്യൂരിറ്റി ഇൻസ്റ്റൻസ് എടുക്കുമ്പോഴും ആദ്യം ചെയ്യുക ഡിനൈ ഓൾ ആണ്. ഡിനൈ ഓൾ, ദെൻ അലൗ വാട്ട് എവർ യു വോണ്ട്. അപ്പം ആ ലിങ്കുകൾ മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാരൻസ് ഓറിയന്റേഷൻ, നെറ്റ്നാനി എന്ന് പറഞ്ഞൊരു വലിയ കുട്ടികളുടെ നെറ്റ്നാനി വർക്കൗട്ട് ആവില്ല, കാരണം ഇവർക്ക് അത് ക്രാക്ക് ചെയ്യാം. ഇത് ഓൾറെഡി ഇവർ ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പാരൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 6-7 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നെറ്റ്നാനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്പ് ഗ്ലോബലി ഉപയോഗിക്കുന്നതാണ്. കൊള്ളാവുന്ന ഒരു ആപ്പാണ്. പെയ്ഡാണെന്ന് തോന്നുന്നു, ഫ്രീ വേർഷൻസ് ഉണ്ടാവാനില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലൗ ചെയ്യേണ്ടത് മാത്രം അലൗ ചെയ്യാം. പിന്നെ ഗെയിം കളിക്കാനുള്ള കുട്ടികളുടെ ആഗ്രഹത്തിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഗെയിം കളിക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും അല്ലേ. അപ്പം മോഡേൺ ഗെയിമുകൾ കളിക്കുന്നതിന് കഴിഞ്ഞും ഗെയിമുകൾ ഉണ്ടാക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതല്ലേ ആവശ്യം. സോ ദേ വിൽ ആൾസോ ബി ബിക്കമിങ് എ ക്രിയേറ്റർ. അപ്പോൾ അതിന് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോമുകൾ ഏത് വേണമെന്ന് പറയുമ്പോൾ അത് മാത്രം അലോ ചെയ്യും. ദാറ്റ്സ് എ സിമ്പിൾ തിങ്. കുട്ടികൾക്ക് ഗെയിം കളിക്കാനും പറ്റും, ഡെവലപ്പർ ആകാനും പറ്റും. ദെൻ യു ആർ ഓൾസോ മേക്കിംഗ് ഇറ്റ് സെക്യൂർ. ഞാനൊരു നല്ല ട്രെയിനറല്ല, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റും അപ്ലിക്കേഷൻ ഡെവലപ്പറൊക്കെ ആയിട്ടുള്ള ആളാണ്. ട്രെയിനർ വരേണ്ട ആളൊന്നും വന്നില്ല. ട്രെയിനേഴ്സ്, നല്ല ട്രെയിനേഴ്സും നല്ല അടിപൊളി ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കാരണം ഈ ടെക്നോളജി ഷിഫ്റ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് ടെക്നോളജി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഭയമുണ്ട് ടീച്ചേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദാറ്റ് യുവർ ടീച്ചേഴ്സ് ആർ നോട്ട് നോളജബിൾ. ടീച്ചേഴ്സിൻ്റെ നോളജും വിസ്ഡവും നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ ആ എടുക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുമ്പോൾ റൈറ്റ് ഡയറക്ഷനിൽ ആണോ ഇപ്പോൾ പോകണം. അല്ലെങ്കിൽ 7 ടൂളുകൾ 1000 ടൂളുകൾ ഏത് ടൂൾ ഉപയോഗിക്കണം എന്നുള്ളതിന് ബെഞ്ച് മാർക്ക് തരും. അതാണ് നമ്മളുടെ ഭാഗത്ത് തരുന്ന സപ്പോർട്ട്. അതാണ് ആ ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഉപയോഗിക്കുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് പറയും. That's it. If you have any questions, please ask.